വെൽക്കം ടു LDCHO വേൾഡ്. PSC പരീക്ഷകൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SCERT ടെക്സ്റ്റ് ബുക്കുകളാണ് പഠിച്ചു വരുന്നത്. ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടുള്ള 5 മുതൽ 9ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് വീഡിയോസ് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് നോട്ട് അവൈലബിൾ ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിസ്റ്ററിയിലെ ചാപ്റ്റർ 4 ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. ചാപ്റ്ററിലേക്ക് കടക്കാം. ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും. 1907 ജനുവരിയിലെ ഒരു ദിനം കൽക്കട്ടയ്ക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലെ കർഷകനായിരുന്ന ഗാംഗുലിയുടെ മകളുടെ വിവാഹമായിരുന്നു അന്ന്. മുറ്റത്തൊരുക്കിയ ചെറുപന്തലിൽ ധാരാളം അതിഥികളുണ്ടായിരുന്നു. അവരെയെല്ലാം മധുരപലഹാരങ്ങൾ നൽകിയാണ് ഗാംഗുലിയും ബന്ധുക്കളും സ്വീകരിച്ചത്. എന്നാൽ അവയിൽ പഞ്ചസാര ചേർത്തിരുന്നില്ല, പകരം ശർക്കരയായിരുന്നു ഉപയോഗിച്ചത്. ഇതേപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് ഗാംഗുലി അഭിമാനത്തോടെ പറഞ്ഞു, നമ്മുടെ ദുരിതങ്ങൾക്കെല്ലാം കാരണക്കാർ ബ്രിട്ടീഷുകാരാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ നമ്മൾ തീരുമാനിച്ചിരുന്നല്ലോ. അതിനാലാണ് ബ്രിട്ടീഷ് ഉൽപ്പന്നമായ പഞ്ചസാര വേണ്ടെന്ന് വച്ചതും നമ്മുടെ ഉൽപ്പന്നമായ ശർക്കര ഉപയോഗിച്ചതും. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണ്? ബ്രിട്ടീഷ് ഭരണം ജനങ്ങളെ എങ്ങനെയൊക്കെയാണ് ബാധിച്ചത്? എങ്ങനെയൊക്കെയാണ് ബ്രിട്ടീഷ് ഭരണത്തോട് ജനങ്ങൾ പ്രതികരിച്ചതെന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. കച്ചവടത്തിന് വന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ കീഴടക്കി അധികാരം കൈക്കലാക്കിയതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. സൈനിക ശക്തികളുടെയും നയതന്ത്രങ്ങളിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴടക്കുന്നത്. 1757 പ്ലാസി യുദ്ധം മുതൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെയുള്ള 100 വർഷ കാലയളവിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വലിയൊരു ഭാഗം പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏകദേശം 63% ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. ശേഷിക്കുന്ന പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള നാട്ടുരാജാക്കന്മാരാണ് ഭരിച്ചത്. ഏകദേശം 63% പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർ നേരിട്ട് നിയന്ത്രണത്തിലാക്കി. ബാക്കി അവശേഷിക്കുന്നത് ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള നാട്ടുരാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്. ഇന്ത്യയുടെ മാപ്പാണ് ഇതിൽ. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങളാണ് ഈ മഞ്ഞ കളറിൽ കാണിച്ചിരിക്കുന്നത്. ഏകദേശം 63% ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന പ്രദേശങ്ങളാണിവ. ബ്രിട്ടീഷ് നയങ്ങളുടെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാം നോക്കാം. ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ ദുരിതം ആദ്യം അനുഭവിച്ചൊരു പ്രധാന വിഭാഗം എന്ന് പറയുന്നത് കർഷകരായിരുന്നു. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതികളായിരുന്നു കർഷകരുടെ നട്ടെല്ലൊടിച്ചത്. പരമാവധി വരുമാനം ഉണ്ടാക്കുക എന്നതായിരുന്നു നികുതി നയത്തിൻ്റെ ലക്ഷ്യമെന്നത്. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത നികുതി സമ്പ്രദായങ്ങളാണ് നടപ്പിലാക്കിയത്. ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങൾക്ക് ഇരയായവരിൽ പ്രധാന വിഭാഗമായിരുന്നു കർഷകർ. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്? ഭൂനികുതികൾ കർഷകരെ നട്ടെല്ലൊടിക്കുന്നതിന് കാരണം. വിവിധ തരത്തിലുള്ള ഭൂനികുതികൾ ഇവർ അടിച്ചേൽപ്പിക്കുകയാണ്. അങ്ങനെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത നികുതി സമ്പ്രദായങ്ങളാണ് നടപ്പിലാക്കിയത്. അങ്ങനെയുള്ള വ്യത്യസ്തമായ നികുതി സമ്പ്രദായം ഏതൊക്കെയെന്ന് നോക്കാം. ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിലാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കുന്നത്. റൈറ്റ് വാരി വ്യവസ്ഥ നടപ്പിലാക്കുന്നത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ്. അതുപോലെ മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കുന്നു വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിലാണ്. റൈറ്റ് വാരി ആവട്ടെ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ. മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കുന്നു വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തെല്ലാമെന്ന് നോക്കാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചിരുന്നത് സെമീന്ദാർമാരായിരുന്നു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിക്കുന്നവർ അറിയപ്പെട്ടിരുന്നത് സെമീന്ദാർമാരെന്നായിരുന്നു. നികുതി പിരിവിന് അധികാരമുള്ള പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെ ഉടമസ്ഥരായിരുന്നു സെമീന്ദാർമാർ. സെമീന്ദാർമാർ ഭൂവുടമകളായതോടെ യഥാർത്ഥ കർഷകർ എന്ത് ചെയ്യാണ്? കുടിയാന്മാരായി മാറുകയാണ്. വിളവിൻ്റെ 60% വരെ കർഷകർ ഇവർക്ക് നികുതിയായി നൽകണമായിരുന്നു. വിളവ് മോശമായാൽ എന്ത് ചെയ്യണം? ഈ നികുതി തന്നെ നൽകണം. നിശ്ചിത തീയതിയിൽ നികുതി പണമായി നൽകണമായിരുന്നു. മുൻകാലങ്ങളിൽ ഉൽപ്പന്നങ്ങളാണ് കർഷകർ നികുതിയായി നൽകിയിരുന്നത്. എന്നാൽ നിശ്ചിത തീയതിക്കുള്ളിൽ ഇവർ എന്ത് ചെയ്യണം? നികുതി പണമായി തന്നെ നൽകണമെന്നായിരുന്നു ഈ വ്യവസ്ഥയിൽ പറഞ്ഞിരുന്നത്.
ശാശ്വത ഭൂമി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചിരുന്നവർ സെമീന്ദാർമാർ എന്നറിയപ്പെട്ടു. ഇവരെ ഭൂമിയുടെ ഉടമസ്ഥർ. സെമീന്ദാർമാർ ഭൂവുടമകളായതോടെ കർഷകർ എന്തായി മാറുന്നു? കുടിയാന്മാരായി മാറുന്നു. വിളവിൻ്റെ 60% വരെ കർഷകർ നികുതിയായി നൽകേണ്ട വന്നു. വിളവ് മോശമായാൽ എന്ത് ചെയ്യണം? നികുതി നൽകണം. നിശ്ചിത തീയതിക്കുള്ളിൽ പണമായി തന്നെ നൽകണം. ഇതൊക്കെയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ. ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന കോൺവാലിസ് പ്രഭുവാണ് ഈ നയം നടപ്പിലാക്കി. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറലായിരുന്നു കോൺവാലിസ് പ്രഭു. ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു നികുതി വ്യവസ്ഥയായിരുന്നു റൈറ്റ് വാരി. അതിൽ അവർ നേരിട്ടായിരുന്നു നികുതി പിരിച്ചിരുന്നത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകർക്ക് തന്നെയായിരുന്നു. എന്നാൽ അമിതമായ നികുതി നിരക്ക് കർഷകരെ എന്ത് ചെയ്തു? ദരിദ്രരാക്കി. മാത്രമല്ല നികുതി നിരക്ക് ഇടയ്ക്കിടെ വർദ്ധിപ്പിച്ചിരുന്നു. മഹൽവാരി വ്യവസ്ഥയിലാകട്ടെ ഗ്രാമത്തലവന്മാരായിരുന്നു നികുതി പിരിച്ചിരുന്നത്. ഈ വ്യവസ്ഥയിൽ നികുതി നിരക്ക് അമിതമായിരുന്നു. ഗ്രാമത്തെ മഹൽ എന്ന യൂണിറ്റുകളാക്കി കണക്കാക്കിയിട്ടാണ് നികുതി പിരിച്ചിരുന്നത്. മഹൽവാരി വ്യവസ്ഥയിൽ ഗ്രാമത്തലവന്മാർ നികുതി പിരിക്കുന്നു. ഇവിടെ എന്തായിരുന്നു? നികുതി അമിതമായിരുന്നു. ഇവിടെ ഗ്രാമത്തെ മഹലായി തിരിച്ചിട്ട്, അതായത് ഒരു യൂണിറ്റായി തിരിച്ചിട്ടായിരുന്നു നികുതി പിരിച്ചിരുന്നത്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ കർഷകർക്ക് വൻ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിയത്. ഉയർന്ന നികുതി നിശ്ചിത തീയതിയിൽ പണമായി അടക്കാൻ കഴിയാതെ വന്ന കർഷകർ പലപ്പോഴും എന്ത് ചെയ്തു? കൊള്ളപ്പലിശക്കാരിൽ നിന്ന് പണം കടം വാങ്ങേണ്ടി വന്നു. കൃഷിയുടെ ഒക്കെ പണപ്പെടുത്തിയാണ് അവർ കടം വാങ്ങിയത്. ഉയർന്ന പലിശ നിരക്കായിരുന്നു അവർക്ക് കൊടുക്കേണ്ടി വന്നത്. അതിനാൽ കടവും പലിശയും അടക്കാൻ കഴിയാതെ വന്ന കർഷകർ ഭൂമി എന്ത് ചെയ്തു? കൊള്ളപ്പലിശക്കാർ കൈയടക്കാൻ തുടങ്ങി. കൊള്ളപ്പലിശക്കാരെന്നൊക്കെ കടം വാങ്ങിയിട്ട് അമിതമായിട്ട് പലിശ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ എന്ത് ചെയ്യാണ്? കർഷകരുടെ ഭൂമി കൊള്ളപ്പലിശക്കാർ കൈയടക്കുകയാണ്. കൃഷിയുടെ വാണിജ്യവൽക്കരണം. ഇന്ത്യയിലെ കർഷകർ പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്നത് കുടുംബത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് കർഷകർ വിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്യാൻ നിർബന്ധിതരാവുന്നു. ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ വൻതോതിൽ കൃഷി ചെയ്തു. ഈ മാറ്റത്തെയാണ് അക്കാലത്ത് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ കർഷകർ പൊതുവെ എന്താണ്? കുടുംബത്തിന് വേണ്ടി പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്നവരാണ്. എന്നാൽ ഈ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് കർഷകർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? വിപണി ലക്ഷ്യമാക്കിയിട്ട് ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ വൻതോതിൽ കൃഷി ചെയ്യേണ്ടതായി വന്നു. ഈ മാറ്റമാണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നികുതി നിരക്ക് കൂടുതലായിരുന്നല്ലോ. മാത്രമല്ല നികുതി പണമായിട്ട് നിശ്ചയിക്കപ്പെട്ട തീയതിയിൽ തന്നെ നൽകണമായിരുന്നു. ഈ സാഹചര്യം നേരിടാൻ വേണ്ടിയായിരുന്നു കർഷകർ വിപണിയിൽ കൂടുതൽ വില ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളും കൃഷി ചെയ്തത്. കർഷകർക്ക് എന്ത് ചെയ്യണം? വിളവ് മോശമായാലും നികുതി കൊടുക്കണം. അപ്പോൾ അവർക്ക് കൂടുതൽ പണം ലഭിക്കുന്ന കൃഷിരീതി എന്ന് പറഞ്ഞാൽ നാണ്യവിളകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? നാണ്യവിളകൾ കൃഷി ചെയ്യാനായിട്ട് നിർബന്ധിക്കപ്പെടുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾക്കായിരുന്നു വിപണിയിൽ ഉയർന്ന വില ലഭിച്ചത്. അങ്ങനെ ഇന്ത്യൻ കൃഷിയിടങ്ങൾ യൂറോപ്പിനായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങി. അക്കാലത്ത് വ്യാപകമായി കൃഷി ചെയ്യുന്ന വിളകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. വിളകൾ അത് കൃഷി ചെയ്ത പ്രദേശമാണ്. നീലം പ്രധാനമായിട്ടും കൃഷി ചെയ്ത പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ബംഗാളും ബീഹാറുമാണ്. പരുത്തി മഹാരാഷ്ട്രയും പഞ്ചാബിലും കേന്ദ്രീകരിച്ചായിരുന്നു പരുത്തി കൃഷി. കരിമ്പ് ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ചിട്ടായിരുന്നെങ്കിൽ തേയില ആസാം, കേരളം എന്നീ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചിട്ടായിരുന്നു. ചണം ബംഗാൾ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു. ഗോതമ്പ് പഞ്ചാബ് കേന്ദ്രീകരിച്ചിട്ടാണ്. നീലം ബംഗാളും ബീഹാറും കൃഷി ചെയ്തെങ്കിൽ പരുത്തി മഹാരാഷ്ട്ര പഞ്ചാബാണ്. കരിമ്പ് ഉത്തർപ്രദേശിൽ, തേയില ആസാം കേരളത്തിൽ, ചണം ബംഗാളിൽ, ഗോതമ്പ് പഞ്ചാബിൽ. ഇങ്ങനെയായിരുന്നു ആ കാലത്ത് കൃഷി ചെയ്ത നാണ്യവിളകളെന്ന് പറയുന്നത്. നീലം കർഷകരുടെ കലാപം. നീലത്തിന് ബ്രിട്ടീഷ് ഭരണകാലത്ത് അക്കാലത്ത് വിപണിയിൽ ഉയർന്ന വില ലഭിച്ചിരുന്നു. തുണികൾക്ക് നിറം നൽകാനായിരുന്നു അന്ന് നീല ഉപയോഗിച്ചിരുന്നത്. ഇന്നത്തെ പോലെ കൃത്രിമ ചായങ്ങൾ അന്നില്ലായിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലുണ്ടായ വ്യവസായ വിപ്ലവം തുണി നിർമ്മാണ രംഗത്ത് വലിയ കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടാക്കി. അതോടെ നീലത്തിൻ്റെ ആവശ്യം വർദ്ധിക്കുകയാണ്. ഇന്ത്യയിൽ നീലം കൃഷി വ്യാപകമാകേണ്ടത് ബ്രിട്ടീഷ് വ്യവസായികളുടെ ആവശ്യമായിരുന്നു. കർഷകർക്ക് വൻതുക മുൻകൂറായിട്ട് നൽകി അവരെ കൊണ്ട് നീലം കൃഷി ചെയ്യിപ്പിച്ചു. ഉയർന്ന ഭൂനികുതി അടക്കാൻ കഴിയാതെ വിഷമിച്ച കർഷകർ കമ്പനി ഉടമകളുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി നീലം വ്യാപകമായി എന്ത് ചെയ്തു? കൃഷി ചെയ്തു. ബ്രിട്ടീഷുകാരിൽ നിന്ന് പണം മുൻകൂറായി കൈപ്പറ്റിയ ഓരോ കർഷകനും തൻ്റെ കൃഷിയിടത്തിൻ്റെ നിശ്ചിത ഭാഗത്ത് നീലം കൃഷി ചെയ്യണമെന്നായിരുന്നു നിബന്ധന. അതായത്
ഇംഗ്ലണ്ടിലുണ്ടായ വ്യവസായ വിപ്ലവം കാരണം തുണിരംഗത്ത് വലിയ കുതിച്ചുചാട്ടങ്ങളാണ് ഉണ്ടാകുന്നത്. അങ്ങനെ നീലത്തിൻ്റെ ആവശ്യകത വർദ്ധിക്കുകയാണ്. അങ്ങനെ നീലം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുകയാണ്, മുൻകൂറായിട്ട് കർഷകർക്ക് പണം നൽകുകയാണ്. അങ്ങനെ മുൻകൂറായി പണം കൈപ്പറ്റുന്ന കർഷകന് നിർബന്ധിതമായി ഒരു ഭാഗത്ത് എന്ത് ചെയ്യണം, നീലം കൃഷി ചെയ്യാനായിട്ട് എന്ത് ചെയ്യുകയാണ്, നിർബന്ധിതനാകുകയാണ്. മാത്രമല്ല കൃഷിയിടങ്ങളിലെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ ഭാഗത്തായിരുന്നു നീലം കൃഷി ഇറക്കേണ്ടിയിരുന്നത്. അതിനാൽ എന്ത് ചെയ്യില്ല, ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നീലം കൃഷി ചെയ്യേണ്ടതായിട്ട് വന്നു. വിളവെടുപ്പ് കാലത്ത് ബ്രിട്ടീഷ് ഏജന്റുമാരുടെ ഇടപെടൽ കാരണം നീലത്തിന് കുറഞ്ഞ വില മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. പിൻകാലത്ത് കൃത്രിമ ചായങ്ങളുടെ കണ്ടെത്തലോടുകൂടി തുണികൾക്ക് നിറം നൽകാൻ എന്ത് ചെയ്യില്ല, നീലം ഉപയോഗിക്കാതെയായി വന്നു. തുണികൾക്ക് നിറം നൽകാൻ നീലം ആവശ്യമല്ലാതായി. ഇതോടെ കൃഷിഭൂമിയുടെ ഭൂരിഭാഗം നീലം കൃഷിക്ക് മാറ്റിവെച്ച കർഷകൻ്റെ അവസ്ഥ എന്തായി, കൂടുതൽ ദുരിതത്തിലാവുകയാണ്. 1859 ബംഗാളിൽ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. അമ്പും വില്ലും വാളും കുന്തവുമായി അവർ നീലം ഫാക്ടറികൾ ആക്രമിക്കുകയാണ്. നിരവധി സ്ത്രീകളും കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷുകാരെ പിന്തുണച്ചവരെയും അവർക്ക് വേണ്ടി ജോലി ചെയ്തവരെയും കലാപകാരികൾ ബഹിഷ്കരിച്ചു. ഗ്രാമങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആരംഭിച്ച കലാപത്തെപ്പറ്റി അറിഞ്ഞ് കൽക്കട്ടയിൽ നിന്ന് നിരവധി വിദ്യാസമ്പന്നർ കലാപ പ്രദേശങ്ങളിലെത്തി കർഷകർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഇതേ തുടർന്ന് നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഒരു കമ്മീഷനെ നിയമിക്കുകയാണ്. ലാഭകരമല്ലാത്തതിനാൽ നീലം കൃഷി അവസാനിപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിക്കുന്നു. ഇങ്ങനെ കലാപങ്ങൾ ഉണ്ടായ സമയത്ത് നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഒരു കമ്മീഷനെ നിയമിക്കുകയാണ്. ലാഭകരമല്ലാത്തതിനാൽ നീലം കൃഷി അവസാനിപ്പിക്കാൻ കമ്മീഷൻ എന്ത് ചെയ്യുന്നു, നിർദ്ദേശിക്കുകയാണ്. കർഷക കലാപങ്ങൾ കേരളത്തിലും. ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന മലബാറും കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും അടിച്ചമർത്തലുമാണ് കലാപത്തിലേക്ക് നയിച്ചത്. ജന്മിമാരെയാണ് ഭൂവുടമകളായി ബ്രിട്ടീഷുകാർ കണക്കാക്കിയിരുന്നത്. ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ ജന്മിമാർ നടത്തിയ കുടിയൊഴിപ്പിക്കലടക്കമുള്ള ദ്രോഹ നടപടികൾക്കിരയായിട്ടാണ് കലാപം നടന്നത്. ഭൂവുടമകളായിരുന്ന ജന്മിമാരിൽ നിന്നും സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത പാട്ടക്കുടിയാമായിരുന്നു തെക്കേ മലബാറിലെ കർഷകർ. ഇവരിൽ ഭൂരിഭാഗം എന്തായിരുന്നു, മാപ്പിളമാരായിരുന്നു. അതായത് മലബാറിലെ മുസ്ലിങ്ങളായിരുന്നു. അവരാണ് എന്തറിയപ്പെടുന്നത്, മാപ്പിളമാർ എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് 19-ാം നൂറ്റാണ്ടിലുണ്ടായ ഈ കലാപങ്ങൾ മാപ്പിള കലാപങ്ങൾ എന്നും അറിയപ്പെടുന്നുണ്ട്. 22ഓളം കലാപങ്ങൾ മലബാറിലുണ്ടായി. ഈ കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി മലബാർ സ്പെഷ്യൽ പോലീസ് MSP എന്ന പേരിൽ ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ തന്നെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ബോക്സ് കൊടുത്തിട്ടുണ്ട്, നോക്കാം. മാപ്പിള കലാപകാലത്ത് അന്നത്തെ മലബാറിലെ മജിസ്ട്രേറ്റ് ആയിരുന്നു കനോലി. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ചിട്ട് കലാപകാരികൾ അദ്ദേഹത്തെ എന്ത് ചെയ്യാണ്, കൊലപ്പെടുത്തുന്നുണ്ട്. മലബാറിലെ കലാപങ്ങളെ പറ്റി പഠിക്കാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് വില്യം ലോഗൻ കമ്മീഷനെയാണ് നിയമിച്ചത്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന് കാരണമെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുകയാണ്. മലബാർ കലാപത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണെന്ന് ചോദിക്കുക, വില്യം ലോഗൻ കമ്മീഷനാണ്. അദ്ദേഹം എന്ത് പറയാണ്, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങളാണ് കലാപത്തിന് കാരണമായതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. കാടുകൾ കലാപഭൂമിയാവുന്നു. ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലെ പരന്നുകിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഗോത്രജനതയായിരുന്നു സാന്താൾമാർ. വനവിഭവങ്ങൾ ശേഖരിച്ചും കൃഷി ചെയ്തും പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചും പോന്നവരായിരുന്നു സാന്താൾമാർ. കരുത്തരും അധ്വാനശീലരും തനതായ സംസ്കാരമുള്ളവരായിരുന്നു അവർ. ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കപ്പെട്ടതോടെ സാന്താൾ ജനതയുടെ ജീവിതത്തിൻ്റെ താളം നഷ്ടമായി. സെമീന്ദാർമാരും കൊള്ളപ്പലിശക്കാരും അവരുടെ ഭൂമികൾ കൈയടക്കാൻ തുടങ്ങി. റെയിൽവേ നിർമ്മാണത്തിന് വേണ്ടി സാന്താൾ ജനതയെ അടിമകളെപ്പോലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യാണ്, ജോലി ചെയ്യിപ്പിക്കുകയാണ്. ജീവിതം ഗതിമുട്ടിയ സാന്താൾ ജനതയെ നേതാക്കന്മാരായ സിദ്ദുവും കാനുവിൻ്റെ നേതൃത്വത്തിൽ ആയുധമെടുക്കുകയാണ്. ഇങ്ങനെ ജീവിതം വഴിമുട്ടിയ സാന്താൾ ജനത എന്ത് ചെയ്യാണ്, അവരുടെ നേതാക്കന്മാരായ സിദ്ദുവും കാനുവിൻ്റെ നേതൃത്വത്തിൽ ആയുധമെടുത്ത് പോരാടാൻ ഇറങ്ങിയാണ്. രാജ്മഹൽ കുന്നുകളിൽ ബ്രിട്ടീഷ് ചൂഷണങ്ങൾക്കെതിരെ പോരാട്ട വേദിയാവുകയാണ്. അങ്ങനെ ഗോത്രജനതയുടെ പോരാട്ട വീരത്തിന് മുന്നിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്, പകച്ചു നിൽക്കുകയാണ്. എന്നാൽ ദീർഘകാലം പിടിച്ചു നിൽക്കാൻ സാന്താൾ ജനതയ്ക്ക് കഴിഞ്ഞില്ല. ആയിരക്കണക്കിന് സാന്താൾമാർ എന്ത് ചെയ്യാണ്, പോരാട്ടത്തിൽ മരിച്ചു വീഴുകയാണ്.
1855 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താൾ ജനത നടത്തിയ ചെറുത്തുനിൽപ്പാണ് നമ്മൾ കണ്ടത്. അപ്പോൾ സാന്താൾ കലാപം നടന്നത് 1855 സാന്താൾ കലാപത്തിൻ്റെ നേതാക്കന്മാരാണ് സിദ്ദുവും കാനും. ഗോത്രജനതയും ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ദുരിതങ്ങൾ അനുഭവിച്ചിരുന്നു. വനവിഭവങ്ങൾ ശേഖരിക്കൽ, കന്നുകാലി വളർത്തൽ, പുനംകൃഷി, വേട്ടയാടൽ എന്നിവയായിരുന്നു ഗോത്രജനതയുടെ ജീവിതോപാധികൾ. എന്തൊക്കെയാണ് ഗോത്രജനതയുടെ ജീവിതോപാധികൾ? വനവിഭവ ശേഖരങ്ങൾ, കന്നുകാലി വളർത്തൽ, പുനംകൃഷി, വേട്ടയാടൽ എന്നിവയായിരുന്നു അവരുടെ ജീവിതോപാധികൾ. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വനനിയമങ്ങൾ ഗോത്രജീവിതത്തെ ദുരിതപൂർണമാക്കുകയാണ്. വനങ്ങളെ സംരക്ഷിച്ച് പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചതോടെ വനത്തിലേക്കുള്ള പ്രവേശനം നിഷേധിക്കപ്പെടുകയാണ് ഇവർക്ക്. ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ മരങ്ങൾ ലഭ്യമായ വനങ്ങളായിരുന്നു സംരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചിരുന്നത്. അവർ റെയിൽവേ നിർമ്മാണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായിട്ട് വനങ്ങളിൽ നിന്ന് ബ്രിട്ടീഷുകാർ മരങ്ങൾ ധാരാളമായി മുറിച്ചിരുന്നു. വ്യവസായങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയും വനങ്ങൾ വ്യാപകമായി നശിപ്പിച്ചു. ഗോത്രജനത ശേഖരിച്ചിരുന്ന വനവിഭവങ്ങളുടെ മേൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും? നികുതികൾ ചുമത്തി. ഈ സാഹചര്യം കൊണ്ടാണ് വിവിധ ഗോത്രവർഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനായി പുറപ്പെട്ടത്. കുറിച്യ കലാപം എപ്പോഴും ചോദിക്കുന്ന ഒരു കലാപമാണ് കുറിച്യ കലാപം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന മറ്റൊരു ഗോത്ര കലാപമാണ് വയനാട്ടിലെ കുറിച്യ കലാപം. വയനാട്ടിലെ ഗോത്രജനമായ കുറിച്യരും കുറുമ്പരുമാണ് കലാപം നടത്തിയത്. 1812 നടന്ന ഈ കലാപത്തിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി നൽകാൻ നിർബന്ധിച്ചത്, നികുതി അടക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. 1812 കലാപം നടക്കാനുള്ള പ്രധാന കാരണം ഇവയൊക്കെയായിരുന്നു. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു? അമിത നികുതി ചുമത്തി, നികുതി പണമായി തന്നെ അടക്കാൻ നിർബന്ധിക്കുന്നു, നികുതി അടക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്? പിടിച്ചെടുക്കുകയാണ്. കലാപം നടന്നത് കുറിച്യ നേതാവായ രാമനമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു. PYQ ആണ്. കലാപത്തിൻ്റെ നേതാവ് ആരായിരുന്നു? രാമനമ്പിയായിരുന്നു. ഗോത്രജനതയ്ക്ക് പുറമെ മറ്റു വിഭാഗങ്ങളും കലാപത്തിൽ പങ്കാളികളാകുകയാണ്. കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ രാമനമ്പിയെ പിടികൂടി വധിക്കുന്നു. തലശ്ശേരിയിലെ അന്നത്തെ സബ് കളക്ടർ TH ബേബർ കലാപത്തെപ്പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്: 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെയെന്ന് പറയുന്നത് ആരാണ്? അന്നത്തെ തലശ്ശേരി സബ് കളക്ടറായിരുന്ന TH ബേബറാണ്. ഇമ്പോർട്ടൻ്റ് ആയൊരു കോട്ടാണ്. 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായെന്ന് അഭിപ്രായപ്പെട്ടത് തലശ്ശേരിയിലെ സബ് കളക്ടറായ TH ബേബറായിരുന്നു. 19ാം നൂറ്റാണ്ടിൽ സാന്താൾ കുറിച്യ കലാപങ്ങൾക്ക് പുറമെ നിരവധി ഗോത്ര കലാപങ്ങൾ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നടന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കലാപങ്ങളായിരുന്നു പഹാരിയ കലാപം, കോൾ കലാപം, കാസി കലാപം, ഭീൽ കലാപം, മുണ്ട കലാപമൊക്കെ. ഇന്ത്യയിലെ ഗോത്ര കലാപത്തെക്കുറിച്ച് ചരിത്രകാരനായ K. സുരേഷ് സിംഗ് പറഞ്ഞ വാക്കുകൾ നോക്കാം. കർഷകർ ഉൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരായ ഗോത്രജനതയെ നടത്തിയതെന്ന് അഭിപ്രായപ്പെട്ടത് ചരിത്രകാരനായ K. സുരേഷ് സിംഗ് ആണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? കർഷകർ ഉൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരായ ഗോത്രജനത നടത്തിയതെന്ന്. പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ച. വില്യം ബെൻഡിക്കിൻ്റെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. വെരി ഇമ്പോർട്ടൻ്റ് കോട്ട്സ് ആണ്. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് വില്യം ബെൻഡിക് പ്രഭുവാണ്. ഒരു കാലത്ത് ലോകമെങ്ങും പ്രശസ്തമായിരുന്ന ഒരു ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ച സംബന്ധിച്ച് ഇന്ത്യയിലെ ഗവർണർ ജനറലായിരുന്ന വില്യം ബെൻഡിക് പ്രഭു നടത്തിയ നിരീക്ഷണമാണ് നമ്മളിപ്പോൾ കണ്ടത്. ബ്രിട്ടീഷ് നയങ്ങൾ ഇന്ത്യൻ കാർഷിക രംഗത്തെ മാത്രമല്ല കരകൗശല വ്യവസായങ്ങളെയും പൂർണ്ണമായി നശിപ്പിച്ചു. ഈ നാശത്തിൻ്റെ കാരണങ്ങൾ നോക്കാം. യന്ത്രനിർമ്മിത ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുകയാണ്. ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ നാശത്തിന് ഇതൊരു പ്രധാന കാരണമായി. ബ്രിട്ടനിൽ കൊണ്ടുവന്ന യന്ത്രനിർമ്മിത തുണികൾക്ക് വില കുറവായതിനാൽ ഇന്ത്യയിൽ അത് എളുപ്പത്തിൽ വിറ്റഴിക്കുകയാണ്. റെയിൽവേ വ്യാപകമായും ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നു.
ഇന്ത്യയിലെ തുറമുഖ നഗരങ്ങളിലെത്തുന്ന തുണിത്തരങ്ങൾ വിദൂര ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാനും ഗ്രാമങ്ങളിലെ പരുത്തി ശേഖരിച്ച് തുറമുഖങ്ങളിലൂടെ ബ്രിട്ടനിലെത്തിക്കാനും റെയിൽവേയുടെ വ്യാപനം ബ്രിട്ടീഷുകാരെ ഏറെ സഹായിച്ചിട്ടുണ്ട്. ഇതോടെ ഗ്രാമങ്ങളിലെ വിപണിയും ഇന്ത്യൻ നെയ്ത്തുകാർക്ക് നഷ്ടമാവുകയാണ്. ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഇന്ത്യൻ തുണിത്തരങ്ങളുടെ മേൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ചുമത്തിയ ഉയർന്ന നികുതി കാരണം അവയുടെ വില വർദ്ധിച്ചു. അതോടെ ബ്രിട്ടനിലെ വിപണി ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് നഷ്ടമാവുകയാണ്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ചൂഷണവും പീഡനവും കാരണം ധാരാളം തൊഴിലാളികൾക്ക് നെയ്ത്തു ജോലികൾ ഉപേക്ഷിക്കുകയാണ്. കുറഞ്ഞ വിലക്ക് കൈമാറാനും കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്യാൻ അവർ തൊഴിലാളികളെ നിർബന്ധിച്ചു. ഇത് കാരണം പലരും മറ്റു ജോലികളിൽ തേടിപ്പോവുകയാണ്. തുണി വ്യവസായത്തിൻ്റെ തകർച്ചയുടെ ആദ്യ പ്രതിഫലനം കണ്ടത് നഗരങ്ങളിലായിരുന്നു. മൂർഷിദാബാദും ധാക്കയും പോലുള്ള തുണി നിർമ്മാണ കേന്ദ്രങ്ങളിൽ ജനവാസരഹിതമാവുകയും ആ ജോലിയിൽ ഏർപ്പെട്ടിരുന്നവർ ഗ്രാമങ്ങളിലെത്തി കൂലിപ്പണിയിലേക്ക് തിരിയുകയാണ് ചെയ്തത്. ഇത് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കുകയാണ്. ഈ നെയ്ത്തുകാർ ആദ്യം തകർച്ച നേരിട്ട എവിടെയാണ്? നഗരങ്ങളിലാണ്. മുർഷിദാബാദും ധാക്കയിലും പോലുള്ള തുണി നിർമ്മാണ കേന്ദ്രങ്ങളിലെ ജനവാസരഹിതമായിട്ട് അവരെന്ത് ചെയ്യാണ്? ഗ്രാമങ്ങളിൽ കുടിയേറി കൃഷിപ്പണിക്ക് തിരിയാണ്. അതോടുകൂടി കൃഷിമേഖല എണ്ണത്തിൽ കൃഷി ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. കാർഷിക മേഖലയിൽ ഏർപ്പെടുന്ന എണ്ണത്തിൻ്റെ വർധനവ് കാരണം കൃഷിഭൂമിയെ തുണ്ടുകളാക്കി മാറുകയാണ്. ഉൽപാദന മുരടിപ്പായിരുന്നു ഇതിൻ്റെ പ്രത്യക്ഷമായ ഫലം. ഗ്രാമങ്ങളിലെ കരകൗശല വ്യവസായങ്ങളുടെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല. എന്തൊക്കെയായിരുന്നു ഗ്രാമീണ വ്യവസായങ്ങൾ? അവിടെ തകർച്ചയുടെ കാരണം എന്താണെന്ന് നോക്കാം. മൺപാത്ര നിർമ്മാണം. അലൂമിനിയം പാത്രങ്ങളുടെ ഇറക്കുമതി മൺപാത്ര നിർമ്മാണത്തിനെ തകർക്കുകയാണ്. തുകൽപ്പണിയുള്ളവരുടെ തകർത്തത് എന്താണെന്ന് വെച്ചാൽ അസംസ്കൃത വസ്തുവായ തുകൽ യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ ഇവിടെ തുകൽപ്പണിക്കാർ തകർച്ച നേരിടുകയാണ്. മരപ്പണിക്കാർ ലോഹനിർമ്മിത യന്ത്രങ്ങളുടെ ഉപയോഗം മരപ്പണിക്കാരെയും ബാധിക്കുകയാണ്. കാർഷിക മേഖലയുടെയും കരകൗശല വ്യവസായത്തിൻ്റെ തകർച്ച ക്ഷാമങ്ങളിലേക്കും പട്ടിണിയിലേക്കുമാണ് ഇന്ത്യയെ തള്ളിവിട്ടത്. ലക്ഷക്കണക്കിന് ആളുകൾ ഈ ക്ഷാമത്തിൽ മരണമടയുകയാണ്. ആധുനിക വ്യവസായങ്ങളുടെ ആരംഭവും തൊഴിലാളികളുടെ അവസ്ഥയും. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾ ആരംഭിച്ചു. എന്നാൽ ഇവയുടെ എണ്ണം വളരെ പരിമിതമായിരുന്നു. തോട്ടം വ്യവസായങ്ങളായിരുന്നു ആദ്യം സ്ഥാപിച്ചത്. പിന്നീട് തുണി, ചണം, ഇരുമ്പുരുക്ക്, പേപ്പർ തുടങ്ങിയ വ്യവസായങ്ങളും ആരംഭിച്ചു. വ്യവസായങ്ങളിലെ തൊഴിലാളികളും ചൂഷണത്തിനിരയായി. അവരുടെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു. മണിക്കൂറുകളോളം നീണ്ട ജോലിഭാരം, കുറഞ്ഞ കൂലി, അനാരോഗ്യകരമായ താമസ സൗകര്യങ്ങൾ എന്നിവയായിരുന്നു തൊഴിലാളികളുടെ പ്രധാന പ്രശ്നങ്ങൾ. അക്കാലത്ത് ഇന്ത്യയിൽ സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങളില്ലായിരുന്നു. എങ്കിലും ചൂഷണം സഹിക്കാൻ കഴിയാത്ത തൊഴിലാളികൾ പ്രക്ഷോഭങ്ങൾ നടത്തി. ബോംബെയിലെ തുണിമിൽ തൊഴിലാളികളെയും കൽക്കട്ടയിലെ ചണമിൽ തൊഴിലാളികളുടെയും സമരം ഇതിനുദാഹരണമാണ്. ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിൻ്റെ ദുരന്തഫലം അനുഭവിക്കേണ്ടി വന്ന വിവിധ ജനവിഭാഗങ്ങളെയും അവർ നടത്തിയ പ്രക്ഷോഭങ്ങളെയും കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. ഈ പ്രക്ഷോഭങ്ങളൊന്നും അതത് പ്രദേശങ്ങൾക്കപ്പുറത്തേക്ക് വളർന്നില്ല. കൂടാതെ ഇവയ്ക്കൊരു സംഘടിത സ്വഭാവം കുറവായിരുന്നു. എന്നാൽ 19-ാം നൂറ്റാണ്ടിൽ രണ്ടാം പകുതിയിൽ ശോഷിതരായ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ട് ഒരു സംഘടിത കലാപത്തിന് തുടക്കം കുറിക്കുകയാണ്. ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷ് ആധിപത്യകാലത്തെ തൊഴിലാളി ജീവിതം. വയറു നിറയെ ആഹാരമില്ലാതെ, വെളിച്ചമോ ശുദ്ധവായുവോ വെള്ളമോ ഇല്ലാതെ ചെറ്റപ്പുരയിൽ മൃഗതുല്യമായി നരകിക്കുന്ന ഇന്ത്യൻ വ്യവസായ തൊഴിലാളികൾ. ഒരു വ്യാവസായിക മുതലാളിത്തത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളാണ്. ജർഗൻ കുസിയാസ്കി ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരൻ്റെ അഭിപ്രായമാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യസമരം. വലിയൊരാരവം കേട്ടാണ് ഡൽഹിയിലെ ജനങ്ങൾ ഉണർന്നത്. മീററ്റിൽ നിന്നും യമുന നദി കടന്ന് ആയുധങ്ങളുമായി ആയിരക്കണക്കിന് കലാപകാരികൾ ഡൽഹിയിലെത്തുകയാണ്. അവര് ശിപായിമാരെന്നറിയപ്പെടുന്ന ഇന്ത്യക്കാരായ പട്ടാളക്കാരും സാധാരണക്കാരും ഉണ്ടായിരുന്നു. തലേന്ന് രാത്രി മീററ്റിൽ അവർ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിക്കുകയും ബ്രിട്ടീഷ് സ്ഥാപനങ്ങളിലേക്ക് തീയിടുകയും ചെയ്തു. ഡൽഹിയിലെത്തിയ കലാപകാരികൾ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. അധികം താമസിയാതെ കലാപം ഉത്തരേന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയാണ്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യസമരമെന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിരുന്ന 1857 കലാപത്തിൻ്റെ വിവരണങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്.
മീററ്റിലെ ശിപായിമാരായിരുന്നു ഈ കലാപങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നത്. കലാപത്തിലേക്ക് നയിച്ച കാരണങ്ങളൊക്കെ നോക്കാം. തുച്ഛമായ ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട അവഹേളനവുമായിരുന്നു ശിപായിമാരുടെ അസ്വസ്ഥതയ്ക്ക് കാരണം. സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിച്ചിരുന്ന തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പാണ് ഉപയോഗിച്ചിരുന്നെന്ന പ്രചാരണം അവരെ പ്രകോപിപ്പിച്ചു. ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ സൈനികരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു ഇത്. പുതിയ തിരകൾ ഉപയോഗിക്കാൻ വിസമ്മതിച്ച ശിപായിമാരെ ബ്രിട്ടീഷ് മേധാവികൾ ശിക്ഷിച്ചു. ബംഗാളിലെ ബരക്പൂറിലെ മംഗൾ പാണ്ഡെ എന്ന സൈനികൻ പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർത്തു. തുടർന്ന് അറസ്റ്റിലായ മംഗൾ പാണ്ഡെയെ വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലുകയാണ്. രാജാക്കന്മാർ, കർഷകർ, കരകൗശല തൊഴിലാളികൾ എന്നിവ ഇന്ത്യൻ സമൂഹത്തിൻ്റെ വിവിധ വിഭാഗങ്ങൾ കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷ് ഭരണം രാജാക്കന്മാരെയും പ്രതികൂലമായി ബാധിച്ചിരുന്നു. ദത്തവകാശ നിരോധന നിയമത്തിനു പുറമെ ദുർഭരണക്കുറ്റം ആരോപിച്ചും ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കി. ഇതൊക്കെ രാജാക്കന്മാരെ കലാപം നയിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു. രാജാക്കന്മാർക്കും ശിപായിമാർക്കുമൊപ്പം സാധാരണക്കാരും എന്ത് ചെയ്തു? കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷുകാരെയും കൊള്ളപ്പലിശക്കാരെയും ആക്രമിച്ച് പണമിടപാടുകളുടെ രേഖകളും കണക്ക് പുസ്തകങ്ങളും അവർ തീയിട്ടുകയാണ്. സാധാരണക്കാരായ കർഷകരുടെയും കരകൗശല തൊഴിലാളികളുടെയും പങ്കാളിത്തമായിരുന്നു കലാപത്തിൻ്റെ പ്രധാന പ്രത്യേകത. ഔധ് എന്ന നാട്ടുരാജ്യത്തിൽ കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ 1 ലക്ഷത്തോളം പേർ സാധാരണ ജനങ്ങളായിരുന്നു. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി. സൈനികരുടെയും ജനങ്ങളുടെയും നേതാക്കളുടെയും ഇടയിൽ പരിപൂർണ സഹകരണം നിലനിന്നിരുന്നു. ഡൽഹി പിടിച്ചെടുത്ത കലാപകാരികളെ ബഹദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കുന്നു. കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിൽ നേതൃത്വം കൊടുത്തവരെ നമുക്ക് പരിചയപ്പെടാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമനാണ് നേതൃത്വം കൊടുക്കുന്നത്. ഝാൻസിയിൽ റാണി ലക്ഷ്മി ബായിയാണ്. ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹലാണെങ്കിൽ കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയാണ് നേതൃത്വം നൽകുന്നത്. ബ്രിട്ടീഷുകാരുടെ ശക്തമായ സൈനിക ബലത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞില്ല. കലാപത്തെ ബ്രിട്ടീഷുകാർ പൂർണ്ണമായി അടിച്ചമർത്തുകയാണ്. പരാജയപ്പെട്ടുവെങ്കിലും ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് വിമുക്തമാകാനുള്ള ഇന്ത്യൻ ജനതയുടെ ആദ്യത്തെ മഹത്തായ സമരങ്ങളിലൊന്നായിരുന്നു അത്. 1857 കലാപം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനും നയത്തിനും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുക്കുകയാണ്. ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിൻ്റെ ഏറ്റവും തീവ്രമായ ഘട്ടം എന്ന് പറയുന്നത് 1857 ശേഷമായിരുന്നു. അക്കാലത്തെ പട്ടിണി മരണങ്ങൾ ഇക്കാര്യം ശരിവെക്കുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിലുണ്ടായ 24 വൻ ക്ഷാമങ്ങൾ 2 കോടിയോളം പേർ മരിക്കുന്നുണ്ട്. ചൂഷണം തിരിച്ചറിയുന്നു. ബ്രിട്ടീഷുകാർ നടത്തിയ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിലെ വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിൽ കടുത്ത ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ഉളവാക്കിയാണ്. ഈ മനോഭാവമാണ് 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ദേശീയതയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത്. ജാതി, മത, വർഗ, പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് അതീതമായ ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യബോധമാണ് ദേശീയത എന്ന് പറയുന്നത്. അവർക്കിടയിൽ നിലനിൽക്കുന്ന ഒരു ഐക്യബോധം. ഇങ്ങനെ വളർന്നു വന്ന ദേശീയതയുടെ ഒരു സംഘടിത രൂപമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1885 ഡിസംബറിൽ ബോംബെയിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 72 പ്രതിനിധികൾ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. 1885 മുതൽ 1947 വരെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിച്ചതാരായിരുന്നു? INC ആണ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതിവിവരക്കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയത് ദാദാഭായ് നവറോജി ആയിരുന്നു. ഇന്ത്യയിലെ ദരിദ്രത്തിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങളെക്കുറിച്ച് ചോർച്ചാ സിദ്ധാന്തം എന്നറിയപ്പെടുന്ന തൻ്റെ നിഗമനക്കുറിപ്പ് അദ്ദേഹം പ്രൊവർട്ടി ആൻഡ് അൺ-ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നത് എങ്ങനെയായിരുന്നെന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്നു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളവും പെൻഷൻ, അത്രയധികം ശമ്പളവും പെൻഷനും അവർ വാങ്ങുകയാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക വഴി അവർക്ക് ലഭിച്ച ലാഭം. അവർ തുച്ഛമായ വിലയിൽ ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിൽ വിറ്റഴിക്കുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് ലാഭങ്ങൾ ഉണ്ടാവും.
ഇന്ത്യയിൽ നിന്ന് പിരിച്ചെടുത്തിരുന്ന നികുതി. ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ എങ്ങനെ ദരിദ്രരാക്കുമെന്ന് സംബന്ധിച്ച് സാധാരണക്കാരന് അവബോധമുണ്ടാക്കുന്നതിൽ ദാദാഭായ് നവറോജി, രമേശ് ചന്ദ്ര ദത്ത്, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയവർ ആദ്യകാല നേതാക്കളുടെ പങ്ക് വിലപ്പെട്ടതാണ്. തങ്ങൾ അനുഭവിച്ച ദാരിദ്ര്യവും ചൂഷണവും ബ്രിട്ടീഷുകാരുടെ സൃഷ്ടിയാണെന്നുള്ള തിരിച്ചറിവ് ജനങ്ങളിൽ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ശക്തമാക്കുന്നു. ഇത്തരത്തിൽ ഇന്ത്യയിൽ വളർന്നുവന്ന ഇന്ത്യൻ ദേശീയതയെ ചില ചരിത്രകാരന്മാർ സാമ്പത്തിക ദേശീയത എന്ന് വിശേഷിപ്പിക്കുന്നു. സ്വദേശി പ്രസ്ഥാനം, പുതിയ തരം ചെറുത്തുനിൽപ്പുകൾ. അതിനു മുമ്പ് ഒരു ബോക്സ് കൊടുത്തിട്ട് നോക്കാം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കളിൽ ഭൂരിഭാഗം പേരും ബംഗാളികളായിരുന്നു. അതിനാൽ തന്നെ ബംഗാളിലെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കുന്നു. തുടർന്ന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തുന്നതിനായിട്ട് 1905 കൈസൻ ബംഗാളിനെ വിഭജിക്കുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന ബംഗാളാണ്. 1905 കൈസൻ പ്രഭു ബംഗാളിനെ എന്ത് ചെയ്യുന്നുണ്ട്? വിഭജിക്കുന്നുണ്ട്. സ്വദേശി പ്രസ്ഥാനം, പുതിയ തരം ചെറുത്തുനിൽപ്പുകൾ. സാമ്പത്തിക ചോർച്ച തടയാൻ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്നും പകരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തണമെന്നും ആദ്യകാല ദേശീയ നേതാക്കന്മാർ ആഹ്വാനം ചെയ്തു. 1905 ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചതിനെതിരെ ആരംഭിച്ച സമരത്തിൻ്റെ പ്രധാന രീതി ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണവും തദ്ദേശ വസ്തുക്കളുടെ ഉപയോഗവുമായിരുന്നു. സമരത്തിൻ്റെ ഭാഗമായി വിദേശ വസ്തുക്കൾ ശേഖരിച്ച് പരസ്യമായി കത്തിച്ചു. ഈ സമരരീതി സ്വദേശി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നു. സ്വദേശി വസ്തുക്കളുടെ ഉപയോഗവും വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവുമാണ്. ഇതാണ് എന്തറിയപ്പെടുന്നത്? സ്വദേശി പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്. സ്വദേശി പ്രസ്ഥാനങ്ങളുടെ ഉപയോഗവും വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് പുതുജീവൻ നൽകി. നിരവധി തുണിമില്ലുകൾ, സോപ്പ് ഫാക്ടറികൾ, തീപ്പെട്ടി കമ്പനികൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ ആരംഭിച്ചു. ബംഗാളിലെ ബംഗാളി കെമിക്കൽ സ്റ്റോർ, മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീൽ നാവിഗേഷൻ കമ്പനി എന്നിവയ്ക്ക് തുടക്കമിട്ടത് സ്വദേശി സമരകാലത്താണ്. ഇന്ത്യയിലേക്കുള്ള ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ അക്കാലത്ത് വലിയ കുറവുകളുണ്ടായി. സ്ത്രീകൾ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ എന്നിവരുടെ പങ്കാളിത്തത്തിലായിരുന്നു ഈ സമരത്തിൻ്റെ പ്രധാന സവിശേഷത. വിദേശ വസ്ത്രങ്ങൾ അലക്കുകയില്ലെന്ന് അലക്കുകാരും വിദേശ വസ്തുക്കൾ ഉപയോഗിച്ച് പൂജ നടത്തില്ലെന്ന് പുരോഹിതന്മാരും പ്രതിജ്ഞയെടുത്തു. വിദേശത്തു നിന്നുള്ള വളകളും പാത്രങ്ങളും ബഹിഷ്കരിച്ചുകൊണ്ട് സ്ത്രീകളും സ്കൂൾ ബഹിഷ്കരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളും സമരത്തിൻ്റെ ഭാഗമായി. സ്വദേശി പ്രസ്ഥാനത്തോടെ ഇന്ത്യൻ ദേശീയത കൂടുതൽ ശക്തിപ്പെടുകയാണ്. ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ എന്നിവർ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു. അവർ ലാൽ പാൽ ബാൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് ബ്രിട്ടീഷ് ഭരണത്തിലെ അസ്വസ്ഥതയുടെ ഇന്ത്യൻ മനസ്സുകളെ ഏകോപിപ്പിച്ച് ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ തിലകൻ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. തിലകൻ്റെ വാക്കുകളാണ്: സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ബ്രിട്ടീഷ് ഭരണത്തിൽ അസ്വസ്ഥരായ ഇന്ത്യൻ മനസ്സുകളെ ഏകോപിപ്പിച്ച് ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുവാൻ തിലകൻ നിർണായക പങ്ക് വഹിച്ചു. ഇതിനായി ഇദ്ദേഹം ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്നറിയപ്പെടുന്നു. ബ്രിട്ടീഷ് പത്രപ്രവർത്തനവും ചരിത്രകാരനുമായ വാലന്റിയർ ഷിറോളാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷ് പത്രപ്രവർത്തകനും ചരിത്രകാരനുമായ വാലന്റിയർ ഷിറോളാണ്. കപ്പിലോട്ടിയ തമിഴ്. തമിഴ്നാട്ടിലെ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് വി. ഒ. ചിദംബരം പിള്ള. തൂത്തുക്കുടി ആസ്ഥാനമാക്കി 1906 സ്വദേശി സ്ലീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചു. അതിനാൽ അദ്ദേഹത്തെ കപ്പിലോട്ടി തമിഴൻ എന്ന് വിളിക്കുന്നു. പ്രാദേശിക കച്ചവടക്കാരിൽ നിന്നും പിരിച്ചെടുത്ത 6 ലക്ഷം രൂപ മുതൽ മുടക്കാണിതിന്. ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും ഇന്ത്യയെ ദരിദ്രത്തിലേക്ക് തള്ളിവിടുകയും ചെയ്ത ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങൾ ഒരു സംഘടിത സ്വഭാവം വരികയാണ്. ഇത്തരം പ്രതിഷേധങ്ങളാണ് ഇന്ത്യൻ ദേശീയതയായി പരിണമിച്ചത്. ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിലെ മൂർച്ചയേറിയ ആയുധമായിരുന്നു വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും സ്വദേശി നിർമ്മിത വസ്തുക്കളുടെ ഉപയോഗവും. പിൻകാലത്ത് ഗാന്ധിജി ഈ സമരത്തെ കൂടുതൽ ശക്തവും ജനകീയവുമായ ഒന്നാക്കി മാറ്റി.